എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാര് ആ മർമേഡിനെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരെ കണ്ടും ഡബിൾ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കും. അതിലേറ്റവും പ്രധാനമായി സാഞ്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് അവളെ പേടിപ്പിക്കുന്നത്. അവനൊന്നും മിണ്ടാതെ അവന്റെ കണ്ണ് തള്ളി ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ അവളെ തന്നെ നോക്കി നിൽക്കും. അവളാണെങ്കിൽ അവനെ പിടിച്ച് കുലുക്കും. നിനക്ക് എന്തു പറ്റി? എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ വന്ന് വീണ് നിന്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വസ്തു തകർന്നു പോയോ? സാഞ്ചി ആണെങ്കില് അപ്പോഴും ഒന്നും മിണ്ടില്ല. അവനാണെങ്കില് അവളുടെ സൗന്ദര്യം തന്നെ ആസ്വദിച്ചിരിക്കും. അവള് പറയും, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കാരണമാണ് ആ മോൺസ്റ്ററിന്റെ വയറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഇതും കൂടെ ചേർത്ത് 20ാമത്തെ ടൈമാണ് അതിന്റെ വയറ്റിൽ പോയി ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. എന്നെ രക്ഷിച്ചതിന് പകരമായിട്ട് ടക്കുമിച്ചി എന്ന് പറയുന്ന ഒരു ഡിഷ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ. ഫുഡിന്റെ കാര്യം കേൾക്കേണ്ട താമസം നമ്മുടെ ലൂഫി അവൻ നാവൊക്കെ പുറത്തേക്കിട്ട് 2 കൈ നീട്ടി അങ്ങനെ നിൽക്കും. ഉടനെ അവളാണെങ്കില് ലൂഫിക്ക് നേരെ കൈ നീട്ടും. അതിന് വെറും 500 ബെറീസ് മാത്രമേ ഉള്ളൂ. 500 ബെറി തരുവാണെങ്കിൽ ഇപ്പൊ തന്നെ അതുണ്ടാക്കി കൈ തരാം. അത് കേട്ട് ലൂഫിയുടെ ഫ്യൂസ് പോവും. അവൻ വണ്ടറടിച്ച് അവളെ നോക്കി നിൽക്കും. ഉടനെ ആ സ്റ്റാർ ഫിഷ് ആണെങ്കിൽ ചാടി വന്ന് അവളുടെ മുഖത്തൊരൊറ്റയാട്ടി. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തിയാണോ? അവരാണ് ഇപ്പൊ നമ്മളുടെ ജീവൻ രക്ഷിച്ചത്. സോ അവരോടാണോ നീ ഇപ്പോ ക്യാഷ് ചോദിക്കുന്നത്? ഉടനെ അവൾ ടെൻഷനായി, ഐ എം സോറി, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. അതേസമയം സാഞ്ചിക്കാണെങ്കിൽ ഇവിടെ അവന്റെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ എടുത്തു ചാടി തുള്ളി കൊതിച്ച്, ഞാൻ മർമെയ്ഡിനെ കണ്ടു, ആദ്യമായിട്ട് എന്റെ മുൻപിൽ ഒരു സുന്ദരി മർമെയ്ഡ് വന്നു എന്നൊക്കെ വിളിച്ചു പറയും. ഉടനെ ചോപ്പർ ചോദിക്കും, നീ ആദ്യമായിട്ടാണോ ഒരു മർമെയ്ഡിനെ കാണുന്നത്? നീ ഇതിനു മുൻപ് നമ്മുടെ ഗ്രാൻഡ് മാ മർമെയ്ഡിനെ കണ്ടതല്ലേ? അത് കേൾക്കേണ്ട താമസം സാഞ്ചിയുടെ ഫ്യൂസ് പോവും. ഉടനെ ഉസോപ്പും സാഞ്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ കൊക്കറോ ഗ്രാൻഡ്മയെ കുറിച്ച് കളിയാക്കി സംസാരിക്കാൻ തുടങ്ങും. ഉടനെ നാമി ടെൻഷനാവും. നിർത്തിനടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഗ്രാൻഡ്മ നമ്മളെ എത്ര ഹെൽപ്പ് ചെയ്തു. ഗ്രാൻഡ്മ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരും ഇന്ന് ജീവനോട് കൂടെ ഉണ്ടാവില്ലായിരുന്നു. ഗ്രാൻഡ്മയ്ക്ക് വയസ്സായതുകൊണ്ടാണ് ഇപ്പൊ ആ ലുക്കിലുള്ളത്. സോ ഒരു കാരണവശാലും അവരെ കുറ്റം പറയാനോ കളിയാക്കാനോ പാടില്ല. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാനാവില്ല. കാരണം ഗ്രാൻഡ്മ മർമെയ്ഡ് ആണെന്നുള്ള കാര്യം അവൻ ഇതുവരെ അറിയില്ല. ആ സമയത്ത് അവൻ ആ മാൻഷന്റെ ഉള്ളില് ഫൈറ്റ് ചെയ്യായിരുന്നു. ഓ മൈ ഗോഡ്, ആ വയസ്സായ അമ്മച്ചി ഒരു മർമെയ്ഡ് ആണോ ചോദിച്ച് മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കും. അതിന് നാമി അവള് കൈ ചുരുട്ടി ലൂഫിയുടെ മുഖത്തൊരൊറ്റ ഇട്ടി. റോബിനാണെങ്കിൽ ആ മർമെയ്ഡിന് ഒത്തിരി ഇഷ്ടാവും. ബ്രൂക്ക് ആണെങ്കിൽ ആ മർമെയ്ഡിന്റെ അടുത്തേക്ക് വരും. വാവ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മർമെയ്ഡിനെ നേരിട്ട് കാണുന്നത്. നിന്റെ കയ്യില് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ? അത് കേട്ട് സാഞ്ചി അവ കലി കയറി ബ്രൂക്കിന്റെ മുഖത്ത് തന്നെ ആഞ്ഞുരുട്ടി. സാഞ്ചി പറയും, നീ കാണുന്നില്ലേ അവൾ നിന്നെ കണ്ട് പേടിക്കുന്നത്? അതിനിടയിലാണോ നീ അവളോട് ക്യാഷ് ചോദിക്കുക? ഉടനെ ബ്രൂക്ക് ആണെങ്കിൽ അവളുടെ പേടി മാറ്റാൻ അവന്റെ തലയൊക്കെ തുറന്നു കാണിക്കും. ഉടനെ അത്രയും നേരം പേടിച്ചിരുന്ന ആ പെണ്ണ് അവളാണെങ്കിൽ ആ കാഴ്ച കണ്ട് കൈയടിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി അവനിപ്പോ ആ സ്റ്റാർ ഫിഷിനെ അങ്ങനെ തൂക്കിയെടുത്ത് ആ മർമെയ്ഡിനോട് ചോദിക്കും, ഇതാരാണ്? അതിനവള് പറയും, ഇതൊരു സ്റ്റാർ ഫിഷ് ആണ്, ഇദ്ദേഹമാണ് എന്റെ മാസ്റ്റർ. ലൂഫി വണ്ടറടിച്ച് ചോദിക്കും, ഇത്രയും ചെറിയൊരു സ്റ്റാർ ഫിഷ് അത് നിന്റെ മാസ്റ്റർ ആണോ? ഉടനെ ആ സ്റ്റാർ ഫിഷ് അതൊരു ഗിറ്റാർ എടുത്ത് മുകളിലേക്ക് പോവും. എന്നിട്ട് ഗംഭീരായിട്ട് ആ ഗിറ്റാർ വായിച്ച് തൊണ്ട അലറെ പാട്ട് പാടാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ ലേഡിയുടെ അടുത്തേക്ക് വന്ന് ഇപ്പൊ അവളോട് വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. സ്റ്റാർ ഫിഷ് ആണെങ്കിൽ നിലവിളിച്ചു പറയും, അവളിട്ട ആ ഒരു ഡ്രസ്സ് അത് ഡിസൈൻ ചെയ്തത് ഞാനാണ്. സത്യത്തിൽ ചെറുപ്പം മുതലേ ഞാൻ കരുതിയത് ഞാനൊരു മനുഷ്യനാണെന്നാണ്. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. വലുതായപ്പോ ഞാനത് തിരിച്ചറിഞ്ഞു, ഞാൻ മനുഷ്യനല്ല, ഒരു സ്റ്റാർ ഫിഷ് ആണെന്ന്. സോ അതിനുശേഷമാണ് ഒരു ഡിസൈനർ ആവുക എന്ന ആഗ്രഹം എന്നിൽ ഉടലെടുത്തത്. ഇനി ഉറപ്പായിട്ടും ഞാനൊരു ഡിസൈനർ ആവും. ഉടനെ ആ മർമെയ്ഡ് ആണെങ്കിൽ അവളുടെ ഫ്രണ്ട് ഹാച്ചിനെ സ്നെയിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അത് ഹാച്ച് അല്ല, മറിച്ച് മറ്റൊരു പൈററ്റ് ടീമാണ്. ആ വില്ലന്മാർ അവളോട് പറയും, നിനക്ക് വേണമെങ്കിൽ അവനെ ഒന്ന് രക്ഷപ്പെടുത്താം, ഞങ്ങള് 5 കിലോമീറ്ററിന് ഉള്ളിൽ തന്നെയുണ്ട്. അത് കേട്ട് അവളുടെ ഫ്രണ്ട് ഹാച്ചി അവൻ നിലവിളിച്ചു പറയും, പ്ലീസ് നീ ഇവിടേക്ക് വരരുത്, എത്രയും പെട്ടെന്ന് നീ രക്ഷപ്പെട്ടു പോണം. ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ ഹാച്ചിയെ തല്ലുന്ന സൗണ്ട് അവര് കേൾക്കും. അവൾ ഒരുപാട് വിഷമത്തില് അവരോട് പറയും, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആ ഒരു ട്രീറ്റ് അത് ഞാൻ പിന്നെ തരാം, എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് എന്റെ ഫ്രണ്ടിനെ രക്ഷിക്കണം. ഉടനെ നാമി അവളിപ്പോ ആ മർമെയ്ഡുമായിട്ട് ഒരു കണ്ടീഷൻ വെക്കും, നിന്റെ ഫ്രണ്ടിനെ
ഞങ്ങൾ രക്ഷപ്പെടുത്താം. പക്ഷേ അങ്ങനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഫിഷർമാൻ ഐലാൻഡിലേക്ക് പോകാനുള്ള വഴി അത് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അവൾ അതിന് ഓക്കെ പറയും. അടുത്ത സെക്കൻഡ് നമ്മുടെ ചെക്കന്മാര് അവര് തുള്ളിച്ചാടി ഹാപ്പി ആയിട്ട് ഇപ്പൊ അവനെ രക്ഷിക്കാനായി തയ്യാറാവും. ആ മർമെയ്ഡ് ആണെങ്കിൽ ഒരു പ്രത്യേക ശബ്ദത്തില് കടലിലുള്ള ഫിഷുകളെ മുഴുവൻ ഇപ്പൊ വിളിക്കാനായിട്ട് തുടങ്ങും. അവൾക്ക് ആവശ്യം ആ വില്ലന്മാരുടെ ഹൈഡൌട്ടിലേക്ക് പോകാനുള്ള ഡയറക്ഷനാണ്. അതിപ്പോ അവൾ ആ ഫിഷുകളോട് ചോദിക്കും. അവളത് ചോദിക്കേണ്ട താമസം ഇപ്പൊ ആ ഫിഷുകള് അവറ്റകളാണെങ്കിൽ മുകളിലൂടെ നീന്തിപ്പോയി അവർക്ക് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കാൻ തുടങ്ങും. ആ കാഴ്ച കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ വണ്ടർ അടിക്കും. പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഉസോപ്പ് അവൻ ആ റഡാർ കൺട്രോൾ ചെയ്ത് കപ്പൽ അവിടേക്ക് കുതിപ്പിച്ച് പായിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലന്മാരുടെ ഹൈഡൌട്ട് കാണിക്കും. ആ കാണുന്ന ജയന്റ് മനുഷ്യൻ അവനാണ് ഇവരുടെ ടീം ക്യാപ്റ്റൻ. അതുപോലെ തന്നെ അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇവന്റെ പേര് മാക്രോ. ഇവനാണ് നമ്മുടെ മർമെയ്ഡ് പെണ്ണിനെ ഫോൺ ചെയ്ത് അവളുടെ ഫ്രണ്ടിനെ പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യം എല്ലാം അവളെ അറിയിച്ചത്. ആ മാക്രോ ആണെങ്കിൽ അവന്റെ ടീം മെമ്പേഴ്സിനോട് പറയും എത്രയും പെട്ടെന്ന് അവളെ പിടിച്ചു വലിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും അവളുടെ ജീവന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അവൾ നമ്മുടെ ട്രഷറാണെന്ന് പറയും. പക്ഷെ അതാണെങ്കിൽ അവര് മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് നടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ആ മീനുകള് അവറ്റകൾ വഴി കാണിക്കുന്ന ആ വഴിയിലൂടെ കപ്പൽ കൊണ്ടുപോവാണ്. ഇവിടെ സോറോ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കപ്പലിന്റെ അകത്തേക്ക് വരും. അവൻ ചോദിക്കും എന്തുപറ്റി, നമ്മൾ ആ ഫിഷർമാൻ ഐലാൻഡിലേക്ക് അവിടേക്ക് പോകുന്നില്ലേ? അതിന് ലൂഫി പറയും നീ ഇവളെ കണ്ടില്ലേ, ഇവളൊരു മർമെയ്ഡാണ്. വലിയൊരു ആപത്തിൽ നിന്ന് നമ്മൾ ഇവളെ രക്ഷിച്ചു. ഉറക്കാണെങ്കിൽ അവളെ കണ്ട് ഭയങ്കര അത്ഭുതമാവും. മർമെയ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവനും ഓർമ്മ വരിക ഗ്രാൻഡ്മാ കൊക്കറോയാണ്. ലൂഫി പറയും ഇവളുടെ ഫ്രണ്ട് ഇപ്പോ വലിയൊരു അപകടത്തിലാണ്. സോ ആദ്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവളുടെ ഫ്രണ്ടിനെ അവനെ രക്ഷപ്പെടുത്തണം. അതിനുശേഷം ഇവള് നമുക്ക് ഫിഷർമാൻ ഐലാൻഡിലേക്ക് പോകാനുള്ള വഴി അത് കാണിച്ചു തരും. അവൾക്കാണെങ്കിൽ അവളുടെ ദുഃഖം അത് കൂടി വരും. അത് കണ്ട സ്റ്റാർ ഫിഷ് അവളെ ആശ്വസിപ്പിക്കും. നീ പേടിക്കണ്ട, ഉറപ്പായിട്ടും ലൂഫി ആൻഡ് ടീം നിന്റെ ഫ്രണ്ടിനെ തിരികെ പിടിച്ചു തരും. അവൻ ലൂഫിയോട് ചോദിക്കും നിങ്ങൾക്ക് ഉറപ്പാണോ അവനെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവോ? അതിന് ലൂഫി അടിച്ചു പറയും അവനല്ല, അവന്റെ അപ്പുറത്തുള്ളവനെ വരെ ഞങ്ങൾ രക്ഷിക്കും. കാണാൻ പോകുന്ന പൂരം അത് പറയേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ചോദിച്ച് അവനങ്ങനെ സ്റ്റൈലിൽ നിൽക്കും. അപ്പോഴായിരിക്കും ആ സ്റ്റാർ ഫിഷ് പറയാ ആക്ച്വലി ഈ ഒരു ഐലാൻഡില് ഇതുപോലുള്ള സംഘങ്ങള് ഒരുപാടുണ്ട്. അവരോരോരുത്തരെയും തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടും. ചിലരാണെങ്കിൽ ആൾക്കാരെയും ഫിഷുകളെയും അങ്ങനെ എല്ലാത്തിനെയും തട്ടിക്കൊണ്ടുപോയി മറിച്ച് വിൽക്കും. അതിൽ തന്നെ നമ്പർ 1 ടീമാണ് ആ മാക്രോ പൈററ്റ്സ്. അവരാണ് ഇവളെ ഒരുപാട് തവണ കിഡ്നാപ്പ് ചെയ്ത് വിൽക്കാനൊക്കെ ശ്രമിച്ചത്. ആക്ച്വലി മർമെയ്ഡുകൾക്ക് നല്ല തുക കിട്ടും. അവരുടെ കെണിയിൽ നിന്ന് ഓരോ തവണ ഹച്ചിയാണ് ഇവളെ രക്ഷിച്ചത്. ഇത്തവണ അവൻ എങ്ങനെയോ അവരുടെ കെണിയിൽ പെട്ടുപോയി. ആക്ച്വലി ആ ഹച്ചിക്ക് ഭയങ്കര പവറാണ്. പക്ഷെ ഇപ്പോ വില്ലന്മാരുടെ ടീമില് ഫ്ലൈയിങ് ഫിഷർമാനൊക്കെ കൂടിച്ചേർന്ന് കഴിഞ്ഞു. അങ്ങനെ അവരിപ്പോ എല്ലാവരും പേടിക്കുന്ന വലിയൊരു ടീമാണ്. അതുകൊണ്ടാണ് അവരെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയാതെ അവനിപ്പോ അവരുടെ ട്രാപ്പിൽ പെട്ടുപോയത്. അവരുടെ എല്ലാം ക്യാപ്റ്റന്റെ പേര് ഡുവൽ എന്നാണ്. അവൻ വലിയൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് എല്ലാവരുടെയും മുൻപിലേക്ക് വരിക. അവന്റെ യഥാർത്ഥ രൂപം ഇതുവരെ ആരും കണ്ടിട്ടില്ല. ലൂഫി ആണെങ്കിൽ വീണ്ടും ഇപ്പൊ സ്റ്റാർ ഫിഷിനെയും മർമെയ്ഡ് പെണ്ണിനെയും അവർ രണ്ടുപേരെ ആശ്വസിപ്പിച്ച് അവരുടെ ടെൻഷനൊക്കെ മാറ്റാനായി ബ്രൂക്കിനോട് ഒരു അടിപൊളി പാട്ട് പാടാൻ പറയും. അവനത് കേൾക്കേണ്ട താമസം വയലിനൊക്കെ എടുത്ത് അടിപൊളിയായി മ്യൂസിക് വായിക്കാൻ തുടങ്ങും. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് അവരുടെ മുൻപിൽ പോയ ആ മീനുകള് അവറ്റകൾ സഡൻ ബ്രേക്ക് ഇട്ട് ആ മർമെയ്ഡിനോട് പറയും ഇനി ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനാവില്ല, അവരുടെ ഹൈഡൌട്ടിലേക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവറ്റകൾ തിരികെ പോവും. അപ്പ മർമെയ്ഡ് അവളിപ്പോ ആ വില്ലന്മാര് വരുന്ന ശബ്ദം അത് കേൾക്കാണ്. അടുത്ത നിമിഷം ആ വില്ലന്മാര് അവരിപ്പോ നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് ചുറ്റും വട്ടവിട്ട് പറക്കും. ലൂഫി ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറക്കുന്ന വണ്ടിയൊക്കെ കാണുന്നത്. അവൻ കണ്ണു നട്ട് അതിലേക്ക് തന്നെ നോക്കും. ആ വില്ലന്മാർക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പല് അത് കാണുമ്പോ തന്നെ പിടികിട്ടും സ്ട്രോ ഹാറ്റ് പൈററ്റിന്റെ കപ്പലാണിതെന്ന്. ഇതാണ് പറ്റിയ അവസരം. ഇതുപോലൊരു ജാക്ക് പോട്ട് ഇനി അടിക്കാനില്ല. ഇവരെ കൊണ്ടുപോയി ബോസിന് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മളെല്ലാവരും വലിയ പണക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് 3 ബോംബുകള് കപ്പലിലേക്ക് വലിച്ചെറിയും. ഉടനെ ഉസോപ്പ് അവനത് കണ്ട് പേടിച്ച് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ റഡാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറോയും ലൂഫിയോ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ ബോംബുകൾ 3ഉം അങ്ങനെ ദൂരേക്ക് അടിച്ചു തെറിപ്പിക്കുകയാണ്. മർമെയ്ഡ് പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാ മതി. അവരുപയോഗിക്കുന്ന ആ ഒരു വാഹനം അത് 5 മിനിറ്റിന് മുകളില് സ്കൈയിലൂടെ ഫ്ലൈ ചെയ്യില്ല. അവളത് പറയുമ്പോഴേക്കും
അവരാണെങ്കിൽ പതിയെ ആ വണ്ടി അതങ്ങനെ താഴ്ത്തി കൊണ്ടുപോവാണ്. ലൂഫി ആണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആവും. എനിക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് എന്തു പറ്റി, അവരെന്തിനാ തിരികെ പോയെന്ന് ചിന്തിച്ച് അവൻ വണ്ടറടിച്ച് നിൽക്കും. കട്ട് ചെയ്ത ആ 3 പൈററ്റ്സ് അവരാണെങ്കിൽ സ്ട്രോഹാറ്റ് ലൂഫിയൻ ടീമിനെ കണ്ട കാര്യം അവരുടെ ബോസിനോട് പോയി പറയും. അത് കേട്ട് അവൻ ഫുൾ കലിപ്പില് ഒരു ഗ്ലാസ് തല്ലി പൊട്ടിക്കും. ആ സ്ട്രോഹാറ്റ് ലൂഫിയൻ ടീം അവർക്ക് വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞ ഇത്രയും കാലവും വെയിറ്റ് ചെയ്തത്. എന്റെ ലൈഫ് സ്പോയിൽ ആവാനുള്ള കാരണക്കാര് അത് അവരാണെന്ന് പറഞ്ഞ് ഗണ്ണൊക്കെ എടുത്ത് എയിം ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.